നമസ്കാരം. അംശുംപിയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. മഹാരാഷ്ട്രയിലെ ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളുമായി എല്ലാ ശനിയാഴ്ച വൈകിട്ട് 4:30 കൈലി ന്യൂസിൽ. പ്രധാന വാർത്തകൾ. ഈ പരിപാടി നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് Amritveni Hair Elixir for Women. Azia Builders, building beyond blue. മഹാരാഷ്ട്രയിൽ ഓട്ടോ ടാക്സി ഡ്രൈവർമാർക്ക് മറാഠി ഭാഷ നിർബന്ധമാക്കിയ പുതിയ ലൈസൻസിംഗ് നിയമത്തിനെതിരെ പ്രതിഷേധം ശക്തം. തീരുമാനം പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് ഏപ്രിൽ 28 ഗതാഗത മന്ത്രിക്ക് നിവേദനം സമർപ്പിക്കാനൊരുങ്ങുകയാണ് യൂണിയനുകൾ. മറാഠി എഴുതാനും വായിക്കാനും അറിയണം. ഈ വ്യവസ്ഥ ഉൾപ്പെടുത്തിയ പുതിയ ലൈസൻസിംഗ് നിയമം മെയ് 1 മുതൽ മഹാരാഷ്ട്രയിൽ നടപ്പാക്കാനാണ് തീരുമാനം. ഭാഷാ പരീക്ഷയിൽ പരാജയപ്പെടുന്ന ഡ്രൈവർമാരുടെ ലൈസൻസ് റദ്ദാക്കുമെന്നും ഗതാഗത വകുപ്പ് വ്യക്തമാക്കിയിട്ടുണ്ട്. रिक्शा चालकों को या टैक्सी चालकों को लाइसेंस देते हैं, बैज देते हैं, उनको परमिट देते हैं, उस वक्त मराठी उनको आनी चाहिए, समझनी चाहिए. हाँ, वो तो गलत है. देखिए सरासरी गलत है. अभी 25-30 साल हो गया. ये चीज़ पहले अनिवार्य करना चाहिए था. ये मराठी बोलेंगे तब लाइसेंस मिलेगा, तब परमिट मिलेगा. तो हम उस टाइम इंटरव्यू देते थे ना, हम पास हो जाते थे, या नहीं होते थे तो नहीं देते थे. बात നിയമവിരുദ്ധമെന്ന് സർക്കാർ പറയുന്ന ബൈക്ക് ടാക്സികൾക്കെതിരെ നടപടിയില്ലെന്നും ഓൺലൈൻ ക്യാബ് ഡ്രൈവർമാർക്ക് ഈ നിയമം ബാധകമല്ലെന്നും ഇവർ ചൂണ്ടിക്കാട്ടുന്നു. സംസ്ഥാനത്ത് പ്രത്യേകിച്ച് മുംബൈ, താനെ, നവമുംബൈ മേഖലകളിൽ പ്രവർത്തിക്കുന്ന ഡ്രൈവർമാരിൽ ഭൂരിഭാഗവും വടക്കേ ഇന്ത്യയിൽ നിന്നുള്ളവരാണ്. हम बिहार से आया हूँ, मैं ऑटो चला रहा हूँ. ऐसा कानून निकलेगा तो मैं क्या कर सकता हूँ? तो सब हर कोई किधर से भी आता है, सबका मजबूरी है. अपना परिवार छोड़ के कोई भी आते हैं, सब मजबूरी है, सबका मजबूरी है. ഹിന്ദിയാണ് ഇവരുടെ പ്രധാന ഭാഷ. क्या है कि कैसे है कि अर्जेंट में ऐसा बोला है तो आप लोग कोशिश कर रहे हैं कि बोलना आना चाहिए, क्योंकि आप लोग इधर पे है तो बोलना चाहिए, ऐसा नहीं है. लेकिन कैसा है क्योंकि इतनी जल्दी में इतना ये नहीं हो पाएगा. സർക്കാർ ആവശ്യങ്ങൾ പരിഗണിക്കാത്ത പക്ഷം മെയ് 4 മുതൽ റെയിൽവേ സ്റ്റേഷനുകൾക്കും ബസ് ഡിപ്പോകൾക്കും പുറത്ത് പ്രതിഷേധം ശക്തമാക്കുമെന്നും യൂണിയനുകൾ മുന്നറിയിപ്പ് നൽകി. തീരുമാനം പിൻവലിക്കുന്നവരെ സമരം തുടരുമെന്നും ഇവർ പറയുന്നു. മറാഠി ഭാഷ നിർബന്ധമാക്കിയ നിയമം സംസ്ഥാനത്ത് പുതിയ വിവാദങ്ങൾക്കെതിരെ വഴി തുറക്കുമ്പോൾ സർക്കാരിന്റെ അടുത്ത നീക്കങ്ങളിലേക്കാണ് എല്ലാവരുടെയും കണ്ണുകൾ.